IELTS 7 മുകളിലുള്ള ഒരു ശരാശരി നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ IAS കാരെക്കാളും പ്രിവിലേജ്ഡാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ കാനഡയിലോ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. ഒരു വളരെ അടുത്ത കാലം ഒരു 3-4 വർഷം മുമ്പ് വരെ ബാബു എന്നോട് പറയുകയാണ്, സന്ദീപ് എൻ്റെ ഒരു ബന്ധുവുണ്ട് IELTS 7 പാസ്സായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കുത്തിക്കൊണ്ട് പോകാൻ ആളുണ്ട്. ഇനി അവരുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഈ നഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ നഴ്സിംഗ് ഏജൻസിയോ എനിക്ക് കമ്മീഷൻ തരുമായിരുന്നു. അതുപോലെ ആളുകളെ ഓടിച്ച് ചാക്കിട്ട് പിടിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത് സാച്ചുറേറ്റഡ് ആയി. നാളെ ഇത് വീണ്ടും ഇതേ സൈക്കിൾ വരാം. കെയർമാരുടെ കാര്യത്തിൽ ഇതുപോലെയാണ്. ഇതൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിയാണ്. ചൂഷണം വരുന്നത് എപ്പോഴും എങ്ങനെയാണ്, ആർക്കാരെ ആവശ്യം എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. നഴ്സുമാരെ സംബന്ധിച്ച് നഴ്സുമാർ ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഇപ്പോൾ പ്ലാബ് എഴുതി പാസ്സായ ഡോക്ടർമാർക്ക് പോലും ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല. കെയർമാരെ സംബന്ധിച്ചും കെയർക്ക് ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്നും മറ്റും ആളുടെ പറ്റിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ഈ പറയുന്ന നമ്മുടെ ഗഫൂർക്ക കാലിഫോർണിയക്ക് പോകുന്ന ഉരുവ കയറ്റി മദ്രാസ് ഇറങ്ങി നീന്തിക്കുമെന്ന് പറയുന്നത് പോലെ ഏറെക്കുറെ അവിടെ വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് അറിയുന്നത് ജോലിയില്ല. പക്ഷേ ഇപ്പോൾ പലരും ഈ പറയുന്ന കുടുംബം ഇപ്പോൾ ഇവിടെ ജോലിയുള്ളവർ ജോലി വേണ്ടെന്ന് വെച്ചും ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ളത്. അപ്പോൾ ആ കൊടുത്ത 15 ലക്ഷം രൂപ പോയിട്ടുണ്ടാവും. പിന്നീട് അവിടെ നിന്നുകൊണ്ട് പുതിയൊരു ജോലി കണ്ടുപിടിക്കണം. അതിനൊക്കെ മാത്രമല്ല, അവിടെ ചെല്ലുന്ന ജോലിയില്ലെന്ന് അറിയാൻ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ സ്പോൺസർഷിപ്പ് ഇത് പൊതുവെ ബോഗസ് കമ്പനികളായിരിക്കും അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന കമ്പനിയുടെ ലൈസൻസ് പോവുകയും മറ്റും ചെയ്താൽ പിന്നീട് കിട്ടുന്ന 60 ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ റേസ് അഗൻസ്റ്റ് ടൈം ഉണ്ടാവും. 10-60 ദിവസത്തിനുള്ളിൽ ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും വന്നതിന് തിരിച്ചു വരേണ്ടി വരും. പിന്നെ ഈ പറ്റിക്കപ്പെടുന്നതിൻ്റെ ട്രോമ, അതിപ്പോൾ 1 രൂപയാണെങ്കിലും 10 ലക്ഷം രൂപയാണെങ്കിലും 50 ലക്ഷം രൂപയാണെങ്കിലും ട്രോമ തന്നെയാണ്. അങ്ങനെ ഈ ചെവിക്കകത്ത് വെള്ളം പോകുമ്പോൾ വീണ്ടും അത് കളയാൻ വേണ്ടിയിട്ട് ഒഴിച്ച് ഒരുപാട് പൈസ കളഞ്ഞവരുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പിന് ശേഷം പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ പൊരുതിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. പോസ്റ്റ് കോവിഡ് ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഒരു 40-45 വയസ്സിൽ ജീവിതത്തിൽ എവിടെയോ എത്തിയതിന് ശേഷം ഈ പറയുന്ന മൈഗ്രേറ്റ് ചെയ്തവരാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരബദ്ധം പറ്റി അവർക്ക് വീണ്ടും ഈ പറയുന്ന ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സമയവും കാലമൊക്കെ ഉണ്ട്.